ഹലോ, ഗുഡ് മോർണിംഗ്. ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഐവൂട്ടൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിലെ. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. നമ്മുടെ ഐവൂട്ടൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ കാലത്ത് തന്നെ ആയിരുന്നു, 9:30 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി. വീട്ടിനടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പം ഞങ്ങൾ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ സ്കൂളിലേക്ക്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇവൻ്റെ സ്കൂളുള്ള ആ ഒരു സൈഡ്. ഒരു റെയിൽവേയുടെ ഒക്കെ സൈഡാണ്. നല്ല പച്ചപ്പൊക്കെ കാണാം റോഡിലൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ സ്കൂളിലെത്തി. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഐവു അവൻ്റെ സ്കൂളിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഐവൂട്ടൻ ചപ്പലൊക്കെ റിമൂവ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മാമൊക്കെ അവനെ സ്വാഗതം ചെയ്തു. അപ്പോൾ ഇത് അവൻ്റെ മിസ്സാണ് കേട്ടോ, വാനില മിസ്സാണ്. അപ്പോൾ മാമ വന്നിട്ട് അവന് തലയിലൊരു ക്യാപ്പൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ. നല്ല ഡെക്കറേറ്റ് ചെയ്ത ഒരു കിരീടമൊക്കെ വെച്ചു കൊടുത്തു. അപ്പോൾ അവൻ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഓൾഡ് സ്കൂൾ തന്നെയാണ്, എന്നാലും അവന് പുതിയൊരു ക്ലാസ്സിലേക്ക് പുതിയൊരു ദിവസം പോകുന്നതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇനി പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ ഇപ്പം കാണുന്നത് ഐവൂൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ മാമാണ്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് സ്കൂളിലൊരു സാറാണ് കേട്ടോ. പിന്നെ ഒരു രക്ഷയുമില്ലായിരുന്നു. സ്കൂള് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് തന്നെ ആയിട്ട് ഒരു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്നും പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രെയിം മാതിരി. അവിടെ നിന്നിട്ട് കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അവിടെ നിന്നിട്ട് പാരൻസിൻ്റെ കൂടി ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങളെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ മാം. അപ്പോൾ ഞാനും ഐവൂട്ടനും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവൻ നല്ല ഹാപ്പി ആയി കേട്ടോ. സ്കൂള് ഫ്രണ്ടിൽ തന്നെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ വച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബലൂൺ ഡെക്കറേഷനും ഉണ്ടായിരുന്നു. പിന്നെ വെൽക്കൊക്കെ ചെയ്തിട്ട് ഓരോ ബാനറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ കയറി കേട്ടോ. പിന്നെ ഉള്ളിൽ കയറിയിട്ട് കുട്ടികൾക്ക് കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പസിൽസ് മാതിരി. അപ്പോൾ അത് മിസ്സാണ് ഐവൂട്ടൻ്റെ. അപ്പോൾ ഇതേ ഒരു ആക്ഷൻ കൊടുത്തിട്ട് നമ്മൾ അതിൽ കാണിക്കണം കേട്ടോ, അതായിരുന്നു. പിന്നെ അടുത്തത് പസിൽസ് ആയിരുന്നു. സെയിം സാധനം എടുക്കണം. അത് ഐവൂട്ടൻ അങ്ങനെ ക്യാമൽ 2 പിടിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അടുത്തത് വന്നിട്ട് അവിടെ കാണിക്കുന്ന പിക്ചറിലുള്ള സംഭവം ഷേപ്സ് നമ്മൾ താഴത്ത് റെഡിയാക്കണം. കട്ട് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് ഷേപ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഐവൂട്ടൻ അങ്ങനെ ഒന്ന് ചെയ്തോ. ഒന്ന് കഴിഞ്ഞപ്പോൾ മാം ഐവിൻ ഒന്നുകൂടെ ചെയ്യുന്നോ ചോദിച്ചപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഒന്നുകൂടെ ചെയ്തു കേട്ടോ. ഇതൊക്കെ അവന് വലിയ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അവൻ്റെ സ്കൂളിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ട് നമുക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഐവൂട്ടൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നത്. എന്തായാലും ഐവൂട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു പോയിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് എന്തോ ഒരു ജ്യൂസൊക്കെ തന്നായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ ആയിട്ട്. അപ്പം അതൊക്കെ കുടിച്ച് അവൻ്റെ വാട്ടർ ബോട്ടിലെ വെള്ളവും കുടിച്ചു. പുതിയ വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഐവൂട്ടൻ്റെ. അതിൻ്റെ ഹാപ്പിയിലും കൂടാണ് വന്നത്. അപ്പോൾ അവൻ്റെ ചേച്ചി കൊണ്ടുകൊടുത്തതാണ്. അപ്പോൾ പിന്നെ എന്തൊക്കെയാ, അപ്പം അങ്ങനെ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അവൻ്റെ സ്കൂളിലെ കുട്ടികളാണ്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാരൻസ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും ഉണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ. പിന്നെ ഞാനതൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ അതിനുശേഷം അവരുടെ സ്കൂളിലെ പ്ലേ ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടികളോത്ത് കളിച്ചു കേട്ടോ കുറച്ച് സമയം. ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിയതിന് ഒരുപാട് നന്ദി. ബായ്.